Dear students, welcome back again to my class. Hope you are fine and well. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സബ്ലിമേഷനെ കുറിച്ച് പഠിച്ചു നിർത്തിയതാണ് അല്ലേ. ഇന്ന് നമുക്ക് കൂടുതൽ വേറെ ടോപ്പിക്സ് പഠിക്കാം കേട്ടോ. അതിന് മുന്നേ മിസ്സിന് ഒരു കാര്യം തോന്നുന്നു. നമുക്കെല്ലാവർക്കും നല്ല സ്മെല്ല് ഇഷ്ടമല്ലേ? പൂക്കളുടെ സ്മെല്ല്, അതേപോലെ സ്പ്രേ പെർഫ്യൂംസിൻ്റെ സ്മെല്ലൊക്കെ നമുക്ക് നല്ല ഇഷ്ടമല്ലേ? അപ്പോൾ ഞാനിന്ന് വിചാരിച്ചു എൻ്റെ റൂമിൽ നല്ല സ്മെല്ല് വരണം. നമുക്കറിയാം അല്ലേ, നല്ല സ്മെല്ല് വരുമ്പോൾ, നല്ല സുഗന്ധം വരുമ്പോൾ നമുക്ക് നല്ല ഹാപ്പിനെസ് തോന്നും, നല്ല സന്തോഷം തോന്നാറില്ലേ? നമുക്കും തോന്നി നമ്മുടെ ക്ലാസ്സിൽ നല്ലൊരു സ്മെല്ല് വേണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ചന്ദനത്തിരി, ഇൻസെൻസ് സ്റ്റിക്ക്, അഗർബത്തി എന്നറിയില്ലേ, ഇതൊന്ന് കത്തിക്കാം. ഓക്കെ, നമുക്കും വേണം അല്ലേ നല്ല ഹാപ്പിനെസ്സൊക്കെ, ഗുഡ് സ്മെല്ല് കേട്ടിട്ട്. ഇതെങ്ങനെ കത്തിക്കാമെന്നറിയോ? നമുക്ക് ജസ്റ്റ് കാൻഡലിൽ കാണിക്കുക, എന്നിട്ട് അതിൻ്റെ കെടുത്തി കളയണം കേട്ടോ, ഫയർ, അതിൻ്റെ തീ കെടുത്തി കളയാം. അപ്പം അതിൽ നിന്ന് പുക പോകുന്നത് കണ്ടില്ലേ, സ്മോക്ക്. യെസ്, ഇതിൻ്റെ സ്മോക്കിന് നല്ല സ്മെല്ലാണ് അല്ലേ. ആഹാ, ഞാൻ അവിടെ 2 കത്തിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇനി നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ട്, അപ്പോൾ ഞാൻ ഈ ചന്ദനത്തിരി കത്തിച്ചാൽ എൻ്റെ വീട്ടിലാണെങ്കിൽ വീട് മൊത്തം ഇതിൻ്റെ സ്മെല്ലടിക്കും. എന്തുകൊണ്ടാണെന്നറിയോ ഇതിൻ്റെ സ്മെല്ല് വരുന്നത്? എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് ഈ സ്മെല്ല് മൊത്തം നമുക്ക് കേൾക്കണേ? നമ്മൾ അറിയുന്നത് എന്തുകൊണ്ടാണ്? യെസ്, അതിനെക്കുറിച്ച് നമുക്ക് ഇന്ന് പഠിക്കാം കേട്ടോ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളെ സബ്ലിമേഷന് എക്സാമ്പിൾ പഠിച്ചപ്പോൾ അയഡിനെ കുറിച്ച് പഠിച്ചു അല്ലേ. ഇനി അയോഡിൻ്റെ പ്രത്യേകത എന്താ? സബ്ലിമേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? യെസ്, ഹീറ്റ് ചെയ്യുമ്പോൾ ഡയറക്റ്റായിട്ട് സോളിഡ് ഗ്യാസായി മാറുന്ന പ്രോസസ്സാണ് സബ്ലിമേഷൻ. അതിനൊരു എക്സാമ്പിളാണ് അയഡിൻ. ഈ അയഡിൻ ഈസ് എ സബ്സ്റ്റൻസ് ദാറ്റ് ഈസ് ഈസിലി കൺവേർട്ടഡ് ഇൻ ടു ഗ്യാസ് ഓൺ ഹീറ്റിംഗ്. അപ്പോൾ ഇന്ന് നമുക്ക് ഇപ്പോൾ അയഡിൻ വെച്ചിട്ടുള്ള ഒരു എക്സ്പെരിമെൻറ്റ് കാണാം. ഓക്കെ, ഈ എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ട മെറ്റീരിയൽസ്, നിങ്ങൾ ഇപ്പോൾ 8th സ്റ്റാൻഡേർഡ് സ്റ്റുഡൻസായി, അപ്പോൾ കെമിസ്ട്രി ലാബിലെ എക്യുപ്മെൻറ്റ്സൊക്കെ നിങ്ങൾ ചെറുതായിട്ട് പഠിക്കണം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾക്ക് സ്ക്രീനിൽ നമുക്ക് ഈ എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന എക്യുപ്മെൻറ്റ്സൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് ഇനി ഈ എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വാച്ച് ഗ്ലാസ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? യെസ്, ഇത് ഈ സ്ക്രീനിൽ കാണുന്നതാണ് വാച്ച് ഗ്ലാസ് വേണം. പിന്നെ വേണ്ടത് അയഡിൻ ക്രിസ്റ്റൽസ്. പിന്നെ വേണ്ടത് എന്താ? ഗ്യാസ് ജാർ. 2 ഗ്യാസ് ജാർ വേണം കേട്ടോ. ഇനി നമുക്ക് ഈ എക്സ്പെരിമെൻ്റ് എന്താ ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം നമ്മൾ കുറച്ച് അയഡിൻ ക്രിസ്റ്റൽസ് ഈ വാച്ച് ഗ്ലാസ്സിൽ ഇടുന്നു. എന്നിട്ട് അത് ഹീറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് ഈ എക്സ്പെരിമെൻറ്റ്. ഹീറ്റ് എങ്ങനെ ചെയ്യാൻ നമ്മൾ ലാബിലൊക്കെ? ഓക്കെ, അതിന് വേണ്ടിയിട്ട് ആദ്യം ഈ കാണുന്ന സ്റ്റാൻഡില്ലേ, ട്രൈപോഡ് സ്റ്റാൻഡ് വേണം. അതിൻ്റെ മുകളിൽ ഒരു അലുമിനിയം നെറ്റ് വേണം. പിന്നെ അതിന് കത്തിക്കാൻ ബൺസൺ ബേണർ വേണം. ഇതെല്ലാം വേണം. ഒരു കെമിസ്ട്രി ലാബിൽ പോയിട്ട് ഹീറ്റ് ചെയ്യുമ്പോഴാണ് ഈ ബൺസൺ ബേണറും അതേപോലെ ട്രൈപോഡ് സ്റ്റാൻഡും അതൊക്കെ നമുക്ക് കിട്ടുക. ഇപ്പം നമ്മളൊരു ക്ലാസ് റൂമിൽ വെച്ചിട്ട് ഹീറ്റ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ടെസ്റ്റ് ട്യൂബിനകത്ത് അയഡിൻ ക്രിസ്റ്റൽ വെച്ചിട്ട് ഹീറ്റ് ചെയ്യാം. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഈ കെമിസ്ട്രി ലാബിൽ യൂസ് ചെയ്യുന്ന എക്യുപ്മെൻറ്റ്സൊക്കെ നിങ്ങളും പരിചയപ്പെടാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണിച്ചു തന്നത് കേട്ടോ. ഇനി നമ്മുടെ പ്രൊസീജിയർ എന്താണെന്ന് വെച്ചാൽ, ഈ അയഡിൻ ക്രിസ്റ്റൽസ് വാച്ച് ഗ്ലാസ്സിലെടുത്തിട്ട് ഹീറ്റ് ചെയ്യുന്ന അതാണ് നമ്മുടെ എക്സ്പെരിമെൻറ്റ്. അപ്പോൾ നിങ്ങൾ ഹീറ്റ് ചെയ്തപ്പോൾ എന്താ കാണുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അയഡിൽ നിന്ന് ഗ്യാസ് പോകുന്നുണ്ട്. ഈ പോകുന്ന ഗ്യാസ് നമ്മൾ കളക്ട് ചെയ്യണം. അതിനാണ് ഗ്യാസ് ജാർ ഞാൻ നിങ്ങൾക്ക് നേരത്തെ സ്ക്രീനിൽ കാണിച്ചു തന്നില്ല. ആ ഗ്യാസ് ജാർ യൂസ് ചെയ്തിട്ട് ഈ പോകുന്ന ഗ്യാസൊക്കെ അതിനകത്ത് കളക്ട് ചെയ്യുക. എന്നിട്ട് അത് നമ്മൾ ഒരു ഭാഗത്ത് വയ്ക്കുക. അതിൻ്റെ മുകളിൽ വേറെ ഒരു ഗ്യാസ് ജാർ ഇൻവേർട്ടഡ് ആയിട്ട് വയ്ക്കുക, തല തിരിച്ചിട്ട് അത് അടയ്ക്കുന്ന ടൈപ്പായിട്ട് വയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്താ കാണുന്നത്? യെസ്, ആദ്യം ഈ ഗ്യാസ് എവിടെ ആയിരുന്നു നമ്മൾ കളക്ട് ചെയ്ത
ഗ്യാസ് ജാറിലായിരുന്നു അല്ലേ. എന്നിട്ട് ഇപ്പോൾ എന്ത് സംഭവിക്കുന്നത്, നമ്മൾ ഇൻവെർട്ടഡ് ആയി വെച്ച തലതിരിച്ച് വെച്ച സെക്കൻഡ് ഗ്യാസ് ജാറിനകത്തേക്ക് ഈ ഗ്യാസ് സ്പ്രെഡ് ചെയ്ത് കണ്ടോ. ഫസ്റ്റ് ആ കളർ എവിടെ ആയിരുന്നു, ഗ്യാസ് എവിടെ ആയിരുന്നു, ഫസ്റ്റ് നമ്മൾ കളക്ട് ചെയ്ത ഗ്യാസ് ജാറിനകത്ത്. ഇപ്പോൾ അത് മുകളിലത്തെ ഗ്യാസ് ജാറിനകത്തേക്കും സ്പ്രെഡ് ചെയ്തു. അയഡിൻ്റെ വേപ്പേഴ്സിന് എന്ത് കളറാണ് ഉള്ളത്? യെസ്, ഡാർക്ക് പർപ്പിൾ കളർ കാണുന്നുണ്ട്. ഈ കളറുള്ള കാരണമാണ് നമുക്ക് മനസ്സിലായത് ഈ ഗ്യാസ് ജാർ, അയഡിൻ കളക്ട് ചെയ്ത ഗ്യാസ് ജാറിനകത്തുനിന്ന് നമ്മൾ ഇൻവേർട്ടഡ് ആയി വെച്ചിട്ടുള്ള ഗ്യാസ് ജാറിലേക്ക് ഈ വേപ്പേഴ്സ് പോയെന്ന് മനസ്സിലായത് എങ്ങനെയാണ്? ഈ കളറ് കണ്ടിട്ടാണ്. ഓക്കെ, ഈ പ്രോസസ്സിന് പറയുന്ന പേരെന്താണെന്നറിയോ? ദാറ്റ് ഈസ് ഡിഫ്യൂഷൻ എന്നാണ് നമ്മൾ പറയുക. ഈ സെയിം പ്രോസസ്സ് തന്നെയാണ് ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ കാണിച്ചത്. എന്താ? യെസ്, ഇൻസെൻസ് സ്റ്റിക്ക്, ചന്ദനത്തിരി കത്തിച്ചില്ലേ, കത്തിച്ചപ്പോൾ എന്തായത്, അതിൻ്റെ സ്മോക്ക് എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ആവുന്നത് നിങ്ങൾ കണ്ടില്ലേ. അതുകൊണ്ടാണ് നമുക്ക് ഒരു വീട്ടിൽ ഇൻസെൻസ് സ്റ്റിക്ക് കത്തിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ, എവിടെയെങ്കിലും കത്തിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വീട് ഫുള്ള് മൊത്തം നമുക്ക് അതിൻ്റെ സ്മെല്ല് കേൾക്കാൻ കഴിയും. എവിടെയൊക്കെയാണോ ഈ വേപ്പേഴ്സ് പോയിട്ടുള്ളത്, ഗ്യാസ് പോയിട്ടുള്ളത്, അവിടെയൊക്കെ നമുക്ക് അതിൻ്റെ സ്മെല്ല് ഫീൽ ചെയ്യും. ഓക്കെ, ഈ ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് ഡിഫ്യൂഷൻ. അയഡിൻ ഗ്യാസ് കളക്ട് ചെയ്തപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? യെസ്, ആ അയഡിൻ ഗ്യാസ് കളക്ട് ചെയ്ത ജാറിൽ നിന്ന് ഇൻവേർട്ടഡ് ആയിട്ട് വെച്ച ജാറിലേക്ക് അത് പോകുന്നത്, സ്പ്രെഡായി പോകുന്നത് നമ്മൾ കണ്ടു. അതേ സെയിം പ്രോസസ്സാണ് ഇൻസെൻസ് സ്റ്റിക്കിലും സംഭവിക്കുന്നത്. അതിൻ്റെ ഗ്യാസ് ഫുള്ള് സ്പ്രെഡായി പോവുകയാണ് അല്ലേ. ഇതുപോലെ തന്നെയാണ് നമ്മൾ വീട്ടിൽ നല്ല ഫുഡ്, നല്ല വെറൈറ്റി, നല്ല സ്പൈസി ഫുഡ്സൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് നല്ല സ്മെല്ലടിക്കും. ബിരിയാണിയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ, ചിക്കൻ ഒക്കെ നമ്മൾ വീട്ടിൽ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് യെസ്, നമുക്കൊക്കെ പെട്ടെന്ന് സ്മെല്ലടിക്കില്ല. അതേപോലെ ഫിഷ് ഒക്കെ ഫ്രൈ ചെയ്യുകയാണെങ്കിൽ, ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോഴൊക്കെ നമുക്കതിൻ്റെ സ്മെല്ലടിക്കില്ലേ. ഇതിനൊക്കെ ബാക്കിലുള്ള പ്രോസസ്സ് ഏതാണ്? ദാറ്റ് ഈസ് ഡിഫ്യൂഷൻ. ഒരിക്കലും മറക്കരുത് കേട്ടോ. ഏതാണ് ആ പ്രോസസ്സ്? ദാറ്റ് ഈസ് ഡിഫ്യൂഷൻ. ഈസ് ദർ എനി റിലേഷൻ ബിറ്റ്വീൻ ടെമ്പറേച്ചർ ആൻഡ് ഡിഫ്യൂഷൻ? ടെമ്പറേച്ചറും ഡിഫ്യൂഷനും തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ? ഫുഡിൻ്റെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ, ഏത് ഫുഡ്സിൻ്റെ സ്മെല്ലാണ് പെട്ടെന്ന് നമുക്ക് ക്യാച്ച് ചെയ്യുക? നല്ല ഹോട്ട് ഫുഡ്സ്, ചൂടുള്ള ഭക്ഷണത്തിൻ്റെ സ്മെല്ല് വേഗം ഒരുപാട് ദൂരത്തേക്ക് സ്മെല്ലടിക്കും അല്ലേ. തണുത്തൊരു ഫുഡിനേക്കാളും കൂടുതൽ നല്ല ഹോട്ടായിട്ടുള്ള ഒരു ഫുഡിൻ്റെ സ്മെല്ല് കുറേ ഡിസ്റ്റൻസിലേക്ക് നമുക്ക് സ്മെല്ല് ചെയ്യാൻ പറ്റും. നമ്മുടെ വീട്ടിൽ തന്നെ ബിരിയാണി ഉണ്ടാക്കുമെന്ന് വിചാരിക്കാം. ആ സമയത്ത് നമ്മൾ പുറത്തൊക്കെ നിൽക്കുകയാണെങ്കിൽ നല്ല സ്മെല്ലായിരിക്കും. അതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു, തണുത്ത ഫുഡിൻ്റെ നമുക്ക് കിട്ടുമോ സ്മെല്ലധികം? ഇല്ല അല്ലേ. നല്ല ചൂടുള്ള ഫുഡ്സിൻ്റെ സ്മെല്ല് സ്പ്രെഡ് ചെയ്യും ക്വിക്ക്ലി ആയിട്ട്. ഇതെല്ലാം നിങ്ങൾക്ക് എന്തെങ്കിലും റിലേഷൻ കണ്ടെത്താൻ പറ്റുമോ ടെമ്പറേച്ചറും ടെമ്പറേച്ചറും തമ്മിൽ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചിരുന്നു, ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ സബ്സ്റ്റൻസിൻ്റെ പാർട്ടിക്കിൾസിൻ്റെ എനർജി ഇൻക്രീസ് ആവും. എനർജി ഇൻക്രീസ് ആവുമ്പോൾ അവരുടെ മൂവ്മെൻറ്റ് ഇൻക്രീസ് ആവും. അപ്പോൾ ഡിഫ്യൂഷൻ എന്താവും? യെസ്, ഇൻക്രീസ് ആവും. അപ്പോൾ ടെമ്പറേച്ചർ ഇൻക്രീസ് ആവുമ്പോൾ ഡിഫ്യൂഷൻ്റെ റേറ്റും ഇൻക്രീസ് ആവും. ടെമ്പറേച്ചർ ചൂട് കൂടുമ്പോൾ ഡിഫ്യൂഷൻ്റെ റേറ്റും കൂടും. ഇതാണ് ടെമ്പറേച്ചറും ഡിഫ്യൂഷനും തമ്മിലുള്ള റിലേഷൻ. ഡിഫ്യൂഷൻ്റെ ഡെഫിനിഷൻ അറിയാം നിങ്ങൾക്ക്? യെസ്, ഡിഫ്യൂഷൻ ഈസ് ദ സ്പോണ്ടേനിയസ് മിക്സിംഗ് ഓഫ് ഡിഫറെൻറ്റ് പാർട്ടിക്കിൾസ് ഹാവിങ് ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ്. ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പോണ്ടേനിയസ് മിക്സിങ്, പെട്ടെന്നുള്ള മിക്സിംഗ് ആണ് കേട്ടോ. സ്ലോലി അല്ല, പെട്ടെന്നുള്ള മിക്സിംഗ് ഓഫ് ഡിഫറെൻറ്റ് പാർട്ടിക്കിൾസ് ഹാവിങ് ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ്. ഡിഫറെൻറ്റ് പാർട്ടിക്കിൾസ് തമ്മിൽ മിക്സ് ചെയ്യാണ്. അവർക്ക് എന്താ? ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ് ഉണ്ട് അവർക്ക്. ദാറ്റ് ഈസ് ഡിഫ്യൂഷൻ. ഇനി നമുക്ക് ഈസ് ദ റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ ഓഫ് സബ്സ്റ്റൻസസ് ഇൻ എ ഗ്യാസ് ആൻഡ് ദ ലിക്വിഡ് ദ സെയിം? ഈ ലിക്വിഡിലുള്ള പാർട്ടിക്കിൾസിൻ്റെ ഡിഫ്യൂഷനും അതേപോലെ ഗ്യാസിലുള്ള പാർട്ടിക്കിൾസിൻ്റെ ഡിഫ്യൂഷൻ്റെ റേറ്റും സെയിം ആണോ? അവരുടെ സ്പീഡും ഒക്കെ സെയിം ആണോ? നമുക്ക് നോക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ പോവുകയാണ്. നമ്മളിനി ഡിഫ്യൂഷൻ എന്നുള്ള പ്രോസസ്സ് ലിക്വിഡിൽ എങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടി നമ്മളൊരു എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. ഇനി ഈ
എക്സ്പെരിമെൻ്റ് എന്തൊക്കെ മെറ്റീരിയൽസ് വേണം. ഒരു ഗ്ലാസ് ടംബ്ലറിൽ കുറച്ച് വാട്ടർ ഫില്ല് ചെയ്ത് വെക്കുക. എന്നിട്ട് ഇതിൽ ഞാൻ ഇങ്ക് ഒഴിക്കാൻ പോവുകയാണ് കേട്ടോ. ഒരു ഡ്രോപ്പ് ഇങ്ക് ഒഴിക്കുക. ഓക്കെ, എന്ത് സംഭവിക്കുന്നത്? യെസ്, നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട് അല്ലേ? ഈ ഗ്ലാസ് ടംബ്ലറിലെ വാട്ടറിൽ ഇങ്ക് ഒഴിച്ചപ്പോൾ അത് ഫുള്ള് സ്പ്രെഡ് ആവുന്നത് കാണുന്നുണ്ടോ? യെസ്, ഇതിങ്ങനെ കുറേ ടൈം വെച്ച് കഴിഞ്ഞാൽ ഈ ലിക്വിഡിൻ്റെ കംപ്ലീറ്റ് ആയിട്ട് ഡിഫ്യൂഷൻ സംഭവിക്കും. അപ്പോൾ ഫുൾ കളറ് ചേഞ്ച് ആവും അല്ലേ? റെഡ് കളറായി മാറും. ലൈറ്റ് റെഡ് കളറായി ചേഞ്ച് ചെയ്യും. ഇതെന്തുകൊണ്ടാണ്? ഇവിടെ ഡിഫ്യൂഷൻ എന്നുള്ള പ്രോസസ്സ് സംഭവിച്ചു. ഡിഫ്യൂഷൻ എന്നുള്ള പ്രോസസ്സ് സംഭവിക്കുന്നത് കാണുന്നുണ്ടോ നിങ്ങൾ? സ്ലോലി യെസ്, അതിൻ്റെ ഗ്ലാസ്സിലെ വാട്ടറിൽ സ്പ്രെഡ് ആവുന്നത് കാണുന്നില്ലേ? യെസ്, ആ പ്രോസസ്സാണ് ഡിഫ്യൂഷൻ. ഇനി ഒരിക്കലും മറക്കരുത് കേട്ടോ. ഇനി ഈ ഡിഫ്യൂഷൻ അത് ഗ്യാസിൻ്റെ കേസിൽ നമ്മൾ നോക്കി. ഗ്യാഷ്യസ് സ്റ്റേറ്റിലും അതേപോലെ ലിക്വിഡ് സ്റ്റേറ്റിലും എടുത്ത് നോക്കുകയാണെങ്കിൽ ഏതിനാണ് റേറ്റ് കൂടുതൽ? ലിക്വിഡിൽ പെട്ടെന്ന് ഡിഫ്യൂഷൻ സംഭവിക്കുന്നുണ്ടോ? ഇല്ല. ബട്ട് ഇൻ കേസ് ഓഫ് ഗ്യാസിലാണെങ്കിലോ നമ്മൾ ഇൻസെൻസ് സ്റ്റിക്ക് കത്തിച്ച് വെച്ചപ്പോൾ പെട്ടെന്ന് സ്പ്രെഡായില്ലേ? അതുപോലെ തന്നെ അയോഡിൻ ഗ്യാസ് കളക്ട് ചെയ്തപ്പോഴും ഇൻവേർട്ടഡായി വെച്ചിട്ടുള്ള ഗ്യാസ് ജാറിനകത്തേക്ക് പെട്ടെന്ന് സ്പ്രെഡായി പോകുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ ലിക്വിഡിൻ്റെ കേസ് നോക്കുകയാണെങ്കിലും ഗ്യാസിൻ്റെ കേസ് നോക്കുകയാണെങ്കിലും ഈക്വൽ ആണോ റേറ്റ്? അല്ല. എവിടെയാണ് കൂടുതൽ? ഗ്യാഷ്യസ് സ്റ്റേറ്റിലാണ് കൂടുതൽ ഡിഫ്യൂഷൻ നടക്കുന്നത്. എന്തിനേക്കാളും? ലിക്വിഡ് സ്റ്റേറ്റിനേക്കാളും. എന്തുകൊണ്ടാണത്? യെസ്, ഡിഫ്യൂഷൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അത് സ്പോണ്ടേനിയസ് മിക്സിംഗ് ഓഫ് ഡിഫറെൻറ്റ് പാർട്ടിക്കിൾസ് ഹാവിങ് ഫ്രീഡം ഓഫ് മൂവ്മെൻ്റ് ഉള്ള പാർട്ടിക്കിൾസ് തമ്മിൽ പെട്ടെന്ന് മിക്സിങ് നടക്കുന്നതിന് പറയുന്നതാണ് ഡിഫ്യൂഷൻ എന്നുള്ളത്. ഇവിടെ ലിക്വിഡ് സ്റ്റേറ്റിനാണോ ഗ്യാഷ്യസ് സ്റ്റേറ്റിനാണോ കൂടുതൽ ഫ്രീഡം ഓഫ് മൂവ്മെൻ്റ് ഉള്ളത്? നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ് ഗ്യാഷ്യസ് സ്റ്റേറ്റിനാണ് കൂടുതൽ ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡിഫ്യൂഷന് ഏത് സ്റ്റേറ്റിനാണ് കൂടുതൽ നടക്കുക? യെസ്, ഗ്യാഷ്യസ് സ്റ്റേറ്റിനാണ് കൂടുതൽ ഡിഫ്യൂഷൻ ഉണ്ടാവുക ലിക്വിഡ് സ്റ്റേറ്റിനേക്കാളും. ഇനി ഒരു സോളിഡ് സ്റ്റേറ്റിൻ്റെ കേസിൽ ഡിഫ്യൂഷൻ സംഭവിക്കുമോ? അത് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കാം. ഇൻസെൻസ് സ്റ്റിക്കിൻ്റെ കേസിൽ നോക്കുകയാണെങ്കിൽ അവിടെ ഏതൊക്കെ പാർട്ടിക്കിൾസ് ആയിരുന്നു? യെസ്, ഇൻസ്റ്റൻറ്റ് സ്റ്റിക്കിൻ്റെ ചന്ദനത്തിരയുടെ വേപ്പർ ചന്ദനത്തിരയുടെ ഗ്യാസ് ഏത് സ്റ്റേറ്റാണ്? ഗ്യാഷ്യസ് സ്റ്റേറ്റിൽ തന്നെ. അത് എയർ ഏത് സ്റ്റേറ്റാണ്? ഗ്യാഷ്യസ് സ്റ്റേറ്റ് തന്നെ. എയറിലുള്ള പാർട്ടിക്കിളും ചന്ദനത്തിരയുടെ ഗ്യാസിൻ്റെ പാർട്ടിക്കിളും രണ്ടും എന്ത് സ്റ്റേറ്റാണ്? അത് ഗ്യാഷ്യസ് സ്റ്റേറ്റാണ്. അത് തമ്മിൽ പെട്ടെന്ന് മിക്സ് ചെയ്യുന്നത്. അതുകൊണ്ടല്ല നമുക്ക് സ്മെല്ല് ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ ഈ ഇങ്ക് ഏത് സ്റ്റേറ്റിലാണ്? യെസ്, ലിക്വിഡ് സ്റ്റേറ്റിൽ. ഇങ്ക് വാട്ടർ ഏത് സ്റ്റേറ്റാണ്? ലിക്വിഡ് സ്റ്റേറ്റ്. അത് അതിൽ മിക്സ് ചെയ്യുമ്പോൾ പെട്ടെന്നാണോ മിക്സ് ചെയ്യുന്നത്? അല്ല. ഇത് രണ്ടും ലിക്വിഡ് സ്റ്റേറ്റാണ്. ബട്ട് അവരുടെ ഡിഫ്യൂഷൻ്റെ റേറ്റ് അത് കുറവാണ്. എന്തിനേക്കാളും? ഗ്യാഷ്യസ് പാർട്ടിക്കിൾസിനേക്കാളും സ്പീഡ് കുറവാണ് ലിക്വിഡ് സ്റ്റേറ്റിൻ്റെ ഡിഫ്യൂഷൻ. ഇനി നമ്മൾ സോളിഡ് സ്റ്റേറ്റിൻ്റെ ഡിഫ്യൂഷനെ നോക്കണം കേട്ടോ. ഇനി ഈ സോളിഡ് സ്റ്റേറ്റ് ഇതൊരു ഗ്ലാസ് പ്ലേറ്റാണെന്ന് ഇമാജിൻ ചെയ്യുക. അതിൽ ഒരു ഡ്രോപ്പ് ഇങ്ക് ഒഴിക്കാൻ പോവാണ് കേട്ടോ. ഇങ്ക് ഒഴിച്ചു. ഇനി ഈ ഇങ്കില്ലേ അത് ഈ ഗ്ലാസ്സിൽ മൊത്തം സ്പ്രെഡായി പോകുന്നത് നിങ്ങൾ കാണുന്നുണ്ടോ? ഇല്ലല്ലോ, ഇതൊരിക്കലും സ്പ്രെഡായി പോകുന്നില്ല. ഇതിൽ നമുക്ക് എന്താ മനസ്സിലാവുക? ഒരു സോളിഡ് സ്റ്റേറ്റും അതുപോലെ ഒരു ലിക്വിഡ് സ്റ്റേറ്റും തമ്മിൽ ഒരിക്കലും ഡിഫ്യൂഷൻ സംഭവിക്കുന്നില്ല. ഡിഫ്യൂഷന് കുറച്ച് എക്സാമ്പിൾസ് നിങ്ങൾക്കറിയോ? നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഫ്രൂട്ട്സ് പഴുക്കുന്നുണ്ടെങ്കിൽ, ജാക്ക് ഫ്രൂട്ട്, ചക്ക പ്ലാവിലുണ്ടെങ്കിൽ തന്നെ അത് പഴുത്തിരുന്നാൽ നമുക്ക് നല്ല സ്മെല്ലടിക്കും അല്ലേ? അതേപോലെ ഫ്ലവേഴ്സ്, ഏതെങ്കിലും ചെമ്പകം പൂവിട്ടാലും അതേപോലെ മുല്ലപ്പൂവ്, ജാസ്മിൻ, ഇതൊക്കെ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് നല്ല സ്മെല്ലടിക്കും. അതേപോലെ നമ്മുടെ പെർഫ്യൂംസ്, ഇതൊക്കെ എന്തിനാ എക്സാമ്പിൾസാണ്? യെസ്, എന്തിനാ? ഡിഫ്യൂഷൻ എന്നുള്ള പ്രോസസ്സിന് എക്സാമ്പിൾസാണ് കേട്ടോ. ഇനി നിങ്ങൾ കൂടുതൽ എക്സാമ്പിൾസ് ഉണ്ടെങ്കിൽ നിങ്ങൾ കളക്ട് ചെയ്യുക.
സോ സ്റ്റുഡൻസ്, ഇന്നത്തെ ക്ലാസ് ഇവിടെ കഴിഞ്ഞു. ഇന്ന് നമ്മൾ ഡിഫ്യൂഷൻ എന്നുള്ള ടോപ്പിക്കിനെ കുറിച്ച് നന്നായി പഠിച്ചു. ഇനി നെക്സ്റ്റ് ടോപ്പിക്ക് അടുത്ത വീഡിയോസിൽ നമുക്ക് കാണാം കേട്ടോ. മിസ്സിൻ്റെ ക്ലാസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ അറിയുന്ന കുട്ടികൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി കൂടുതൽ ക്ലാസ്സുകൾ കേൾക്കണമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുമാത്രമല്ല, അതിൻ്റെ മുകളിൽ കാണുന്ന ബെൽ ഐക്കൺ കൂടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യണം. എന്നാലേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. So students, stay home, stay safe and keep watch my channel and learn chemistry in a joyful manner. Dears, you know one thing, that chemistry is an interesting subject. Let's see in another video with an interesting topic. Bye bye.